അതുപോലെ തന്നെ എല്ലാ കുർബാന കൂടും, എല്ലാ കാരുണ്യ പ്രവർത്തികളായിട്ടും ഞങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് പൈസ വേണമെന്ന് പറഞ്ഞ സമയത്ത് 30 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ എടുക്കാനായിട്ടില്ലായിരുന്നു. അപ്പം 2 ദിവസം കൊണ്ട് 30 ലക്ഷം രൂപ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ ഒരു ദിവസത്തെ ബില്ല് ഞങ്ങൾക്ക് വന്നത് 1,45,000 രൂപയായിരുന്നു ഒരു ദിവസത്തെ ബില്ല് വന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കൊരു വലിയൊരു എമൗണ്ട് അവിടെ ചിലവാകുമായിരുന്നു. ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഈ കൃപാസനത്തിലോട്ട് ഇങ്ങോട്ട് വരുന്ന ദിവസം ബസ്സിൽ ഇരുന്നപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത്. എനിക്ക് ഒത്തിരി നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് പൈസ ആക്കി തരണം, ഒരു 30 ലക്ഷം രൂപ വേണം എൻ്റെ കൊച്ചിനെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അവരതെല്ലാം സോഷ്യൽ മീഡിയയിലിട്ട് ഞങ്ങൾക്ക് കുറച്ചൊരു എമൗണ്ട് ഞങ്ങൾക്ക് ആക്കി തന്നു. ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നോളം വരെ ഞങ്ങൾക്ക് പൈസേനെക്കുറിച്ച് ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പൈസ തീരുമ്പം മാതാവ് ഞങ്ങളുടെ കയ്യിൽ എത്തിച്ച് തന്നുകൊണ്ടിരുന്നു. അതിന് മാതാവിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ഇതുപോലെ ഒത്തിരി രോഗികളായി കിടക്കുന്നവർക്ക് എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും അമ്മ മാതാവിനെ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു.